ഇന്ന് ഒരുപാട് ഡിവോഴ്സുകൾ കൂടി വരുന്ന ഒരു കാലമാണ്. അതെ. സത്യത്തിൽ ഇനി ഫ്യൂച്ചറിലേക്കുള്ളത് നോക്കുമ്പോൾ ഒരു പ്രീ മാരേജ് കൗൺസിലിംഗ് അത്യാവശ്യമാണോ? തീർച്ചയായിട്ടും. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഒരു 2 വ്യക്തികളാണ്. 2 സിസ്റ്റത്തിൽ നിന്ന് വരുന്ന 2 ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന 2 വ്യക്തികളാണ്. അപ്പം തീർച്ചയായിട്ടും അവർ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. എങ്ങനെ ജീവിക്കണം എന്ന് പോലും അറിയുന്നുണ്ടാവില്ല. പലരും പേരൻസിൻ്റെ പ്രഷറിലെല്ലാം വന്ന് കല്യാണം കഴിക്കുന്നവരായിട്ടും ഉണ്ട്. അപ്പം ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തികൾ എത്രത്തോളം കോമ്പാറ്റബിൾ ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാനും ഇനി ലൈഫിൽ വരുന്ന പല ചലഞ്ചസ് ഉണ്ടായിരിക്കും. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കോൺഫ്ലിക്ട്സ് വരുമ്പം എങ്ങനെ അതിനെ റിസോൾവ് ചെയ്യണം, അതുപോലെ രണ്ടുപേരുടെയും ഇമോഷണൽ നീഡ്സ് അറിഞ്ഞ് എങ്ങനെ സസ്റ്റെയിൻ ചെയ്യണം ആ ഒരു റിലേഷൻഷിപ്പ്. ഇതെല്ലാം നമ്മൾ പ്രീ മാരിറ്റൽ തെറപ്പി നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. മാത്രമല്ല സെക്ഷുവലി ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ഒരു അവയർനെസ് കുറവ് നമ്മളുടെ ഒരു ഇന്ത്യൻ സിസ്റ്റത്തിലൊക്കെ അതൊന്നും ഒത്തിരി ഹൈലൈറ്റ് ചെയ്യുന്നില്ല നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. അപ്പം ഇതൊന്നും അറിയാതെയാണ് പലരും ഒരു മാരീഡ് ലൈഫിലേക്ക് പോകുന്നത്. അപ്പം ഇതിനെക്കുറിച്ചെല്ലാം ഒരു അവയർനെസ് ഉണ്ടാക്കുകയും പരസ്പരം പങ്കാളികളെ മനസ്സിലാക്കാനും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സഹായിക്കും. അതുപോലെ തന്നെ ഒരു കൗൺസിലിംഗ് കൊണ്ട് മാത്രം ഒരു ഡിവോഴ്സ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ? പൂർണ്ണമായിട്ടും ഒഴിവാക്കാനാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ലത് ഇപ്പം ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊണ്ട് പരസ്പരം അവർക്ക് അവെയർ ആവാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ഇപ്പം ഒരു വ്യക്തി മാത്രം എഫേർട്സ് എടുക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അബ്യൂസീവ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണിത്, അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്താനായിട്ട് മ്യൂച്വലി തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഫ്യൂച്ചർ വളരെ കുറവായിരിക്കും. പക്ഷേ ഇത് ആ ഒരു വ്യക്തിക്ക് വേണ്ടതാണ്. ഒരു ഹെൽത്തി ഡിസിഷൻ എടുക്കാനും ഇനി അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ചില കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ആണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സഹായിക്കും.